മര്യാദയ്ക്ക് ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രേവിങ്സ് വരുന്ന എന്തൊരു കഷ്ടമാല്ലേ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എനിക്ക് പിസ്സ കഴിക്കാനൊരു തോന്നൽ. അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ചാൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുമല്ലോ വില്ലനായിട്ട് ഈ ക്രേവിങ്സ് വരുന്നത്. ഭക്ഷ്യവഴിയുണ്ട്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് ലോ കാർബും അവൻ പോലും യൂസ് ചെയ്യാണ്ട് നല്ല ഈസി ആയിട്ട് പിസ്സ ഉണ്ടാക്കാം. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അത് നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം മുട്ട എടുത്ത് ബീറ്റ് ചെയ്യണം. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വെക്കണം. ബോയിൽഡായ സ്വീറ്റ് പൊട്ടറ്റോ മാഷ് ചെയ്ത് അത് ഈ മുട്ടയായിട്ട് മിക്സ് ചെയ്യണം. അന്നേരം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഈ ബേസ് ഇച്ചിരിയും കൂടി അടിപൊളിയാവണമെങ്കിൽ ഓട്സ് പൗഡറും കൂടി ചേർക്കാം. പക്ഷെ ഞാനിന്ന് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിലോട്ട് ഓർഗാനോ, ബാസില്, റോസ്മേരി, പെപ്പർ, സോൾട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരു പാൻ എടുത്ത് ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കി പിന്നെ അത് ലോ ഫ്ലെയിമിലോട്ടാക്കി ഈ ബേസ് ഒഴിക്കണം. ഇനിയാണ് പിസ്സ ബേസ്. ഇതിന് ഞാൻ ഓൾറെഡി സാലഡിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഡ്രസ്സിംഗ് ഉണ്ട്. അത് തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് മാക്സിമം പ്രോട്ടീൻ റിച്ച് ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. സോ ചിക്ക് പീ വേവിച്ച് അതിലോട്ട് ഒലിവ് ഓയിലും ഗാർലിക്കും ക്യുമിനും ഗ്രീക്ക് യോഗോട്ടും കൂടിയിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഹുമ്മസ് കിട്ടും. ഈ ഹുമ്മസിലോട്ട് തക്കാളി വരട്ടിയതും ഗാർലിക്കും വറ്റമുളകും കൂടിയിട്ട് ഒന്നും കൂടി അടിക്കണം. ഈ കിട്ടുന്ന പേസ്റ്റ് നല്ല സ്പൈസിയും ടേസ്റ്റിയാണ്. ബേസ് അത്യാവശ്യം വെന്തു എന്ന് അറിയുമ്പോൾ ഈ സോസ് തേച്ച് കൊടുക്കണം. ഞാൻ ടോപ്പിങ്സിനായിട്ട് അടുത്ത പ്രോട്ടീൻ സോസ് ചിക്കൻ ഇട്ട് കൊടുക്കുക മുകളിൽ ഫുള്ള്. പിന്നെ ടോപ്പിങ്ങിന് വേണ്ടിയുള്ള വെജീസും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് ഇഷ്ടമാണ് പിസ്സ പൈനാപ്പിൾ ഇടുന്നത്. എൻ്റെ ഫേവറേറ്റാണ്. പൈനാപ്പിൾ ഗ്രില്ല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാനിലിട്ട് സോട്ട് ചെയ്തിട്ട് പിസ്സയുടെ മുകളിൽ ഇട്ടു. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കളർഫുൾ പിസ്സ കിട്ടി. ഇനി നിങ്ങളുടെ കയ്യിൽ സാലഡ് ലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ടാൽ നല്ല രസമായിരിക്കും. ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഫുഡ് കോർട്ടിലൊക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരില്ലേ, അതുപോലത്തെ നല്ല അടിപൊളി സ്മെല്ല് കിട്ടും. പക്ഷേ ഈ പിസ്സ പാനിൽ നിന്ന് പ്ലേറ്റിലോട്ട് മാറ്റാൻ നേരത്തെ പണി പാളിയത് സംഭവം ഷേപ്പ്ലെസ് ആയിപ്പോയി. പക്ഷെ നിങ്ങൾക്ക് ഈ പിസ്സ ഷേപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ ബേസിലോട്ട് ഇച്ചിരി ആൽമണ്ട് ഫ്ലവറോ അല്ലെങ്കിൽ ഓട്സ് പൗഡറോ ചേർത്താൽ മതി. ഷേപ്പ് ഇച്ചിരി മോശമാണെങ്കിൽ എന്നാൽ 2 പീസ് കഴിച്ചാൽ മതി. വയറും നിറയും ക്രേവിങ്സും മാറും.